ബോസ് ബോസ് ഇതെന്താ കയ്യില് പെർഫ്യൂം ഒക്കെ ആയിട്ട്? ജോൺ തന്നെ ആയിരിക്കും. മോട്ടുവിനെ അടിപൊളി വിറച്ചു തുടങ്ങും. അതിനവനെ രക്ഷിക്കാൻ ആരുണ്ട്? കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയെ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണ്. മോട്ടു നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ പുതിയ പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നല്ല മണമാണ്, ഒന്ന് മണത്ത് നോക്ക്. ജോണേ, എനിക്ക് നിന്റെ പെർഫ്യൂം ഒന്നും വേണ്ട. ഈ പെർഫ്യൂം നീ തീർച്ചയായിട്ടും എവിടുന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്നതായിരിക്കും. വേഗം പൊയ്ക്കോ ഇവിടുന്ന്. പൊയ്ക്കോ. അവൻ എന്നോട് ചെയ്തതിനെല്ലാം ശിക്ഷ അവൻ അനുഭവിച്ചിരിക്കുക. മോട്ടുവിനിയാകെ വിറച്ചു തുടങ്ങും. അപ്പോ ഈ ജോഡിന് കിട്ടും സന്തോഷം. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞ. കവിതയ്ക്കുണ്ടായവനെ അടുത്തത് നടന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. മോട്ടുവിന്റെ വിരല് മുതൽ മുടി വരെ വിറച്ചു തുടങ്ങും. കുറച്ചു നേരം അത് അങ്ങനെ തന്നെ തുടരും. ഇനി അവന് ശരിക്കും സംസാരിക്കുവാനും നടക്കുവാനും പറ്റില്ല. എനിക്കിതെന്താ പറ്റിയത്? എല്ലാം തലതിരിഞ്ഞിരിക്കുവാണല്ലോ. എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് വയ്യ. മോട്ടു ഈ ഹാൻഡ് കഫ്സ് പിടിക്കേ. മോട്ടു നീ അങ്ങനെ തന്നെ നിക്ക്. ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടെ. മനസ്സിലായല്ലോ ബോക്സർ ചേട്ടാ? എന്തൊക്കെയുണ്ട്? ഇതെന്താ മോട്ടു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കെന്റെ തല വല്ലാണ്ട് കറങ്ങുന്നു. നാവ് കുഴയുന്നു. സാരമില്ല, പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് നേരെ നിന്നേ. നീ ഒന്നും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. മോട്ടു നീ എന്തായി കാണിക്കുന്നത്? ഒന്ന് നേരെ നിൽക്കടാ. ബോക്സർ ഏട്ടാ, എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല ഏട്ടാ. നേരെ നിന്നല്ലെങ്കിൽ ഞാനൊരു പഞ്ച് തന്നാലുണ്ടല്ലോ. എത്ര വേണേലും അടിച്ചോ, പക്ഷേ എനിക്ക് വല്ല അറിഞ്ഞിട്ട് വേണ്ടേ? മോട്ടു എന്താ പറ്റിയേ? എന്റെ പത്ലു ചോദിക്കുന്നില്ലേ നിന്റെ കൂട്ടുകാരൻ എന്താ പറ്റിയതെന്ന്? അവൻ എങ്ങനെയാ മുകളിലെത്തിയതെന്ന്? ഇല്ല അങ്ങനെ ഇരുന്നോട്ടെ ബോക്സർ ഏട്ടാ. നിങ്ങൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമായിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമല്ല. സ്വന്തം കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കാത്തവന്. മോട്ടു സന്തോഷമായി, എനിക്ക് സന്തോഷമായി. വരൂ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. എന്നിട്ട് അവൻ എവിടെ വീഴുന്നു നോക്കാം. ആരാണ് എന്റെ വഴിയിലെ തടസ്സമായി വന്നത്? ചിങ്കം സാറായിരുന്നു അല്ലേ? അപ്പൊ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. നമുക്ക് പിന്നെ കാണാമേ. ഇല്ല, ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മോ, നിന്നെ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വിടില്ലേ ഞാൻ. ഓ, വീണ്ടും രക്ഷപ്പെട്ട കൊളഞ്ഞവൻ. നിനക്ക് കെട്ടിയിറക്കാൻ കണ്ട ഒരു സമയം കണ്ടില്ലേ? എടോ, താനെന്തിനാ ഇരുന്ന സ്ഥലത്ത് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുന്ന? അവിടെ തന്നെ നിക്ക്. ഞാൻ ഇപ്പൊ തന്നെ പത്ലുടെ വിവരം അറിയിക്കട്ടെ. പത്ലു, 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 നീ എവിടെയാണ്? പത്ലു, നീ എത്തിയോ? എന്നാ തുടങ്ങിക്കോ സഹായം. മോട്ടു പത്ലു, ഇനി നിങ്ങളെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. എന്റെ അമ്മോ, എന്നെ ആരെങ്കിലും പിടിക്കണേ, ഒന്ന് വേഗം പിടിക്കണേ. വിടില്ല നിങ്ങളെ ഞാൻ. നിങ്ങൾ ആ ജോണിനെ ഇപ്പൊ തന്നെ പിടിച്ചോണ്ട് വാ. ചിങ്കം സാർ, ഞാൻ ജോണിനെ പിടിച്ചോണ്ട് വരാം. എന്റെ മോട്ടു, നിനക്കിത് എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് ഓടുന്നത്? പറ മോട്ടു. എന്റെ പത്ലു, ജോൺ ഒരു സ്പ്രേ അടിച്ചിരുന്നു എന്റെ മേത്ത്. അപ്പൊ തൊട്ട് ഞാൻ ഇതുപോലെ തലകറങ്ങി നടക്കുവോ എന്റെ പത്ലു. മാത്രമല്ല സംസാരിക്കുമ്പോഴും എന്റെ നാവ് കുഴയുന്ന പത്ലു. മോട്ടു, ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് വേഗം പോകാം. അദ്ദേഹം ശരിയാക്കും.
സീരിയസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. പൊളിച്ചെടുത്തല്ലോ. വെറുതെ കിടന്നിങ്ങനെ ഒച്ച വെക്കല്ലേ. ഡോക്ടർ ജാഡ്ക ഇവിടെ ഒരു പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇതാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ. ഇത് കൊണ്ടുപോയി ടേബിളിൽ വെക്ക്. പൊളിച്ചെടുത്തല്ലോ. മോട്ട് എന്തായി കാണിക്കുന്ന? അത് താഴെ വിടാതെ ടേബിളിലേക്ക് വെക്കൂ. മമ്മി സൂക്ഷിച്ചേ. പതുക്കെ. താഴെ വീണല്ലോ. ഞാനിപ്പോ താഴെ വീഴുമല്ലോ. പൊളിച്ചെടുത്തല്ലോ. രക്ഷിക്കണേ. ജോൺ, എങ്ങോട്ടേക്ക് രക്ഷപ്പെടാൻ നോക്കുന്നത്? ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. രക്ഷപ്പെട്ടു. എന്റെ അമ്മോ, ഇതെന്താ എല്ലാരും ഒരുമിച്ച് സർക്കസ് കളിക്കാൻ പോവാണ്? നിക്ക്. ഒന്ന് നിൽക്കാൻ. വേണ്ട മമ്മി, ഡാഡി, ബോക്സറേട്ടാ, ആദ്യം എന്റെ നമ്പർ ആണ്. അല്ലല്ല, ആദ്യം എന്റെ ഊഴമാണ്. പറ്റില്ല ബോക്സറേട്ടാ, ഇന്ന് ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. ഏയ്, ഇന്ന് എനിക്കുള്ള അവസരമാ. പറ്റില്ല, എന്റേത് എന്റേത്. എന്റെ അമ്മ. എവിടെ പോടാ? ഇതാണ് സംഭവിച്ച ബോക്സറേട്ടാ. ജോൺ ഏതോ ഒരു സ്പ്രേ മോട്ടുവിന്റെ മേത്ത് അടിച്ചു. അതിനുശേഷം ഇവൻ ഇങ്ങനെയാ. ശരിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ അമ്മോ, ഇന്ന് ഞാൻ ആ ജോണിനെ വെറുതെ വിടില്ല. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ. വേഗം എന്തെങ്കിലും ആലോചിക്കും പത്തലു. മോട്ടു ആദ്യം സമൂസ കഴിക്ക, എന്നിട്ട് ഞാൻ ഐഡിയ പറയാം. കഴിക്കേ. ഐഡിയ വരൂ. ചവച്ച് ചവച്ച് മുന്തിരിക്ക കഴിക്കും. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോട്ടുവിന് ഒരുപാട് ഇടി കിട്ടിയ ദിവസമാണ്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയെ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്. മോട്ടു വരുന്നുണ്ട്. സാധനം എടുക്ക്. വേഗം ചെന്ന് പീരങ്കി കൊണ്ടുവരൂ. തകട 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 വലിയേട്ടാ. എന്റെ അമ്മോ, ഇതെന്താ ഉണ്ട നമ്മുടെ ഭാഗത്തേക്കാണല്ലോ വരുന്നത്. നമ്മളിഞ്ഞ് മോട്ടിനെ പോലെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ നടക്കണം. അതായത് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് നടക്കണം. ഫയർ ചെയ്തോണ്ടിരിക്ക. ഫയർ. അതെ ജോൺ, അതെ, എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു നിന്നോട്. ജോൺ 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 ജോൺ. അതിനെനിക്ക് നിങ്ങളോട് സംസാരിക്കുകയൊന്നും വേണ്ട. മതി മതി, ഇത് എന്നെ അടിക്കരുത്. ഒരു തവണ ഞാൻ സോറി ചോദിച്ചില്ലേ. നിർത്ത് നിർത്ത്. ഇത് ആന്റിഡോട്ട്. ഇതടിച്ചാ നീ പഴയതുപോലെ ആവും പോട്ടു. ശരി ശരി, ഞാൻ നിനക്ക് സ്പ്രേ അടിച്ചു തരാം. ഇപ്പൊ എങ്ങനെയുണ്ട് പോട്ടു? ഇപ്പൊ പറഞ്ഞു തരാം. വേണ്ട, വേണ്ട, അവിടെ ഇരിക്കരുത്. എന്റെ ജോണെ, നിന്റെ ദേഹത്ത് ആരും സ്പ്രേ അടിച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങനെ തലകറങ്ങി നടക്കുന്നേ? പറ. ഇത് സ്പ്രേയുടെ എഫക്റ്റ് ഒന്നും അല്ല. എന്നെ ഇത്ര ഇടി ഇടിച്ചതല്ലേ.
എന്റെ കണ്ണിപ്പോ ഈ 2000 2000 കാണുന്നത്. Watch India's largest kids library only on Jio Hotstar. Download the app now.